ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഓഡിറ്റിൽ ഗുരുതര പോരായ്മകളുണ്ടെന്ന് ഹൈക്കോടതി നിരീക്ഷണം. ഓൺലൈൻ വഴിപാടുകളുടെയും ഡിജിറ്റൽ പണമിടപാടുകളുടെയും കാര്യത്തിലാണ് കോടതിയുടെ രൂക്ഷ വിമർശനം. ആവശ്യമായ വിവരങ്ങൾ ദേവസ്വം അധികൃതർ ഓഡിറ്റ് വിഭാഗത്തിന് കൈമാറിയിട്ടില്ലെന്ന് കോടതിയെ അറിയിച്ചു. 43 വർഷമായിട്ടും ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ വാർഷിക ഭൗതിക പരിശോധന നടത്തിയിട്ടില്ലെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 2011-2012 സാമ്പത്തിക വർഷം മുതൽ 2019-20 വരെയുള്ള കാലയളവിൽ 54,59 ലക്ഷം രൂപയുടെ ഓഡിറ്റ് എതിർപ്പുകൾ നിലവിലുണ്ട്. വഴിപാടായി ലഭിച്ച സ്വർണം, വെള്ളിപാത്രങ്ങൾ, കുങ്കുമം എന്നിവയുടെ കണക്കുകൾ കൃത്യമായ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ഓഡിറ്റർ കണ്ടെത്തി. സാമ്പത്തിക ഇടപാടുകളിൽ കർശനമായ സുതാര്യത ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി നിലവിലെ ഓഡിറ്റിന്റെ സ്ഥിതി അറിയിക്കാൻ സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടറോട് ബുധനാഴ്ച നേരിട്ട് ഹാജരാകാനും ഉത്തരവിട്ടു. എന്നാൽ ഇത്രയും വർഷം സ്വർണമോ പണമോ കൃത്യമായ രീതിയിൽ തന്ത്രിയും അഡ്മിനിസ്ട്രേറ്ററും ഉൾപ്പെടെയുള്ളവർ നോക്കിപ്പോന്നിരുന്നുവെന്നും ഹൈക്കോടതി വിധിയെ കൃത്യമായി മാനിക്കുന്നുവെന്നും അതിനനുസരിച്ച് പരിശോധന നടത്തുമെന്നും ദേവസ്വം ചെയർമാൻ വ്യക്തമാക്കി.